ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 96. അടുത്തത് ഖാല ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവർ പറഞ്ഞു കിതാബ് തൗഹീദിൽ വഫി സ്വഹീഹി, സ്വഹീഹിലുണ്ട്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ആ സ്വഹീഹൈൻ ബുഖാരിയിലും മുസ്ലിമിനും സ്വഹീഹൈൻ. അനസ് റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം ഖാല അദ്ദേഹം പറഞ്ഞു ശുജ്ജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശജ്ജത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുറി പറ്റി. ഈ ഷജ്ജത്ത് എന്ന് പറയുന്നത് എന്താണ്? അൽ ജുർഹു ഫിർ റഅസി വൽ വജ്ഹി ഖാസത്തൻ, പ്രത്യേകിച്ച് മുഖത്തും റഅസിലും അതായത് തലയിലും വരുന്ന മുറിവിനാണ് ഷജ്ജത്ത് എന്ന് പറയുന്നത്. അമ്മൽ ജുർഹു ഇദാ കാനത്ത് ഫിൽ ബദനി ഫഹാദ ലാ യുസമ്മ ഷജ്ജത്തൻ, മറ്റ് ശരീരഭാഗങ്ങളിൽ ആണ് മുറിവെങ്കിൽ അതിന് ഷജ്ജത്ത് എന്ന് പറയില്ല. ഇന്നമ യുസമ്മ ജറാഹത്തൻ, അതിന് ജുർഹ് ജറാഹത്ത് എന്നൊക്കെയാണ് പറയാം. യൗമ ഉഹദിൻ, ഈ എന്നാണ് നബിക്ക് ഇങ്ങനെ മുറിവ് പറ്റിയത്? ഉഹദ് ദിവസം. ജബലുൻ യഖഉ ഫി ശിമാലി ശർഖി മിനൽ മദീന, മദീനയുടെ തെക്ക് കിഴക്ക് ഉള്ള ഒരു മലയാണ്. ഹസലത്ത് ഇൻദഹു വഖഅത്ത് ഉഹദിൻ ഫി സനത്തി ലത്തി ബഅദ വഖഅത്തി ബദർ, ബദർ യുദ്ധം സംഭവിച്ച് അടുത്ത വർഷത്തിലാണ് ഈ ഉഹദ് എന്ന് പറയുന്ന പ്രദേശത്ത് ഉഹദ് യുദ്ധം സംഭവിച്ചത്. ഫൽ മുശ്രിക്കൂൻ തജമ്മഉ വ അറാദു അൽ ഇന്തിസാർ ലി അൻഫുസിഹിം, മുശ്രിക്കുകൾ ഒരുമിച്ച് കൂടി അവർ സ്വയം സഹായിക്കാൻ അല്ലെങ്കിൽ വിജയിക്കാൻ ഉദ്ദേശിച്ചു. വജമ്മഉ ജുനൂദൻ ബിഖിയാദത്തി അബി സുഫിയാൻ ബിൻ ഹർബ്, അബൂ സുഫിയാൻ ബിൻ ഹർബിൻ്റെ നേതൃത്വത്തിൽ അവർ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി. ജമ്മാഉ വജാഉ യുരീദൂന അൽ ഇന്തിഖാമ മിനർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വഹാബിഹി. അപ്പോൾ ബദർ യുദ്ധത്തിൽ അവർക്ക് നല്ല കൈപ്പേറിയ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, പരാജയം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികാരം ചെയ്യാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോടും ഇന്തിഖാമ് പ്രതികാരം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ വന്നത്. അന്ന് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അല്ലാഹു അല്ലദീന അസാബുഹും യൗമ ബദർ, ബദർ യുദ്ധത്തിൽ അവർക്ക് ബാധിപ്പിച്ച, അതായത് അവർക്ക് നല്ല പ്രഹരം കിട്ടിയിട്ടുണ്ടല്ലോ മുസ്ലിങ്ങളുടെ അടുത്ത് നിന്ന്. ജാഉ അവർ വന്നു, വനസലു ഇൻദ ഹാദൽ ജബൽ, ഈ ഉഹദ് മലയുടെ അടുത്ത് അവരിറങ്ങി. ഫഖറജ ഇലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅസ്ഹാബിഹിൽ കിറാമി മിനൽ മുഹാജിരീന വൽ അൻസാർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബാക്കിറ മുഹാജിറുകളും അൻസാറുകളുമായിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. വനല്ലമ വൽതഖ ബിഹിം ഫി ഹാദൽ മക്കാൻ, ഈ സ്ഥലത്ത് ഉഹദിൽ അവർ തമ്മിൽ കണ്ടുമുട്ടാൻ പോരാട്ടമല്ല. അപ്പോൾ വനല്ലമ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഖാത്തിലീന, പോരാളികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രമീകരിച്ചു. വജഅല അല ജബൽ ലദീ ഖൽഫഹും ജമാഅത്തും മിനർ റുമാത്തി, അങ്ങനെ അവരുടെ പിറകിലുള്ള മലയിൽ അമ്പെയ്ത്തുകാരായ ഒരു സംഘം ആൾക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു. യഹ്മൂന ളുഹൂറൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ ളുഹൂർ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പിറകുവശം. അപ്പോൾ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ പിറകു ഭാഗത്തുനിന്നുള്ള ആക്രമണം വരാതിരിക്കാൻ അത് ശ്രദ്ധിക്കാനാണ് പിറകു ഭാഗത്ത് അമ്പെയ്ത്തുകാരായ കുറച്ച് പേരെ അവിടെ ഉഹദ് മലയിൽ നിയോഗിച്ചത്. വദാറത്തിൽ മാരിക്ക, അങ്ങനെ യുദ്ധം നടന്നു. റുമാത്തു അലൽ ജബരി യഹ്റുസൂനൽ മുസ്ലിമീന, ആ മലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച റുമാത്ത് അമ്പെയ്ത്തുകാർ അവർ മുസ്ലിങ്ങളെ കാത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വസ്വാറൻ നസുറു ഫിൽ അവ്വലി ലിൽ മുസ്ലിമീന ലമ്മ കാനു യംഷൂന അല ഖുത്തത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗനിർദ്ദേശം മൻഹജ് പ്രകാരം, ആ രീതി പ്രകാരം കാര്യങ്ങൾ നടന്നപ്പോൾ മുസ്ലിങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ വിജയം ഉണ്ടായത്. ഇതിലും ആദ്യഘട്ടത്തിൽ വിജയം മുസ്ലിങ്ങൾക്ക് തന്നെയായിരുന്നു, സഹാബാക്കൾക്കായിരുന്നു. അങ്ങനെ വഷറഉ യജമഊന അൽ ഗനായിമ, അവർ ഗനീമത്ത് സ്വത്തുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. അതായത് യുദ്ധത്തിൽ വിജയിച്ചു, ആദ്യഘട്ടത്തിൽ വിജയിച്ചു ഉഹദിൽ. അപ്പോൾ അവിടെ ശത്രുക്കളുടെ യുദ്ധാർജിത സ്വത്തുക്കൾ ഇവർ ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങി, കളക്ട് ചെയ്യാൻ തുടങ്ങി നമ്മുടെ സ്വഹാബാക്കൾ മുസ്ലിങ്ങൾ. ഫലമ്മ റആഹും അറുമാത്തു, അങ്ങനെ അമ്പെയ്ത്തുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മലയിൽ ഒരു കുറച്ച് പേരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവരെ കണ്ടപ്പോൾ അല്ലദീന അലൽ ജബൽ, ആ
മലയിലുണ്ടായിരുന്ന റുമാത്ത് വന്നു അന്നൽ മാരിക്കത്ത ഇൻതഹത്ത്. അപ്പോൾ ഗനീമത്ത് സ്വത്തുക്കൾ പിന്നെ കളക്ട് ചെയ്യുന്ന ചില സഹാബാക്കൾ അങ്ങനെ ചെയ്ത് കണ്ടപ്പോൾ അമ്പെയ്ത്തുകാരായ സഹാബികൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലയിൽ നിർത്തിയ ആൾക്കാർ അവർ വിചാരിച്ചു യുദ്ധം അവസാനിച്ചു എന്ന്. ഫഖാലു, അവർ പറഞ്ഞു, നൻസിലു നസായിദ് ഇഖ്വാൻ നാല ജമ്മിൽ ഗനായിം, ഗനീമത്ത് സ്വത്ത് വാരിക്കൂട്ടുന്നതിൽ നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് സഹായിക്കാം, നമുക്ക് ഇറങ്ങിപ്പോകാം, ഇനി മലയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഫഖാല ലഹും ഖായിദുഹും അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അവരുടെ നേതാവ്, ഈ അമ്പെയ്ത്തുകാരുടെ നേതാവായിട്ട് നബി നിയോഗിച്ചെന്ന് അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ എന്നവരായിരുന്നു റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, ലാ തൻസിലു, നിങ്ങൾ ഇറങ്ങരുത്. ലിഅന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലനാ, കാരണം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അവിടുന്ന് ഇറങ്ങി റസൂലാണ് പറഞ്ഞത്, ലാ തത്റുക്കു അൽ ജബല, നിങ്ങൾ ഈ ജബൽ വിട്ടു പോകരുത്, നിങ്ങൾ ഈ മലയിൽ തന്നെ നിൽക്കണം എന്ന് നബി പറഞ്ഞതാണ്. സവാഅൻ ഇൻതസർന ഔ ഹുസിംന, നമ്മൾ വിജയിച്ചാലും നമ്മൾ തോൽപ്പിക്കപ്പെട്ടാലും എന്താണെങ്കിലും. വലാകിന്നഹും ഖാലഫു ഖായിദഹും വനസറു, പക്ഷേ അവർ എന്ത് ചെയ്തു, അവരുടെ നേതാവിനെ വാക്കനുസരിക്കാതെ അവർ അതിന് എതിര് പ്രവർത്തിച്ചിട്ട് അവർ ഇറങ്ങി. ഫലമ്മ റഅ ഖാലിദ് ഇബ്നുൽ വലീദ് വകാന യൗമ ദാലിക മുശ്രിക്കൻ, അന്ന് മുശ്രിക്കായിരുന്ന ബഹുദൈവവിശ്വാസികളിൽപ്പെട്ടിരുന്ന ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നീടാണ് ഇസ്ലാം സ്വീകരിച്ചത്, അത് കണ്ടു. ഈ മുസ്ലിങ്ങൾ സഹാബാക്കൾ അമ്പെയ്ത്തുകാരായ പിറകിൽ നിർത്തിയ മുസ്ലിങ്ങൾ അവർ പിന്നെ ഇറങ്ങുന്നത് ആര് കണ്ടു, മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് കണ്ടു. അങ്ങനെ വഹുവ കാനമിന് ഷുജാനി സാസത്തിൽ ഹർബി, അദ്ദേഹത്തിന് നല്ല യുദ്ധതന്ത്രം അറിയുന്ന നല്ലൊരു ധീരനായ ആളായിരുന്നു. അറഫ അന്ന ഹാദിഹി സഗറത ഇൻഫതഹത് ലഹും, ഈ ഒരു ലൂപ്പ് ഹോള് അവർക്ക് വഴി തുറന്നിരിക്കുകയാണെന്നുള്ളത്, വിജയത്തിന് വഴി തുറന്നിരിക്കുക എന്നുള്ളത് ഖാലിദ് ഇബ്നുൽ വലീദ് മനസ്സിലാക്കി. ഫദാറ ബിമൻ മഅഹു വൻഖദ്ദു അലൽ മുസ്ലിമീന മിനൽ ഖൽഫ്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ അദ്ദേഹം ചേർന്നിട്ട് എന്ത് ചെയ്തു, മുസ്ലിങ്ങളെ പിറകിൽ നിന്ന് ആക്രമിച്ചു. വമാ ഷാറൽ മുസ്ലിമൂന ഇല്ലാ വൽ മുശ്രിക്കൂന യദ്രിബൂനഹും മിനൽ ഖൽഫ്, പിറകിൽ നിന്ന് മുശ്രിക്കുകൾ ആക്രമണം വന്നപ്പോഴല്ലാതെ മുസ്ലിങ്ങൾ ഇത് അറിഞ്ഞതേ ഇല്ല. മുസ്ലിങ്ങൾ കുറേ പേര് യുദ്ധാർജിത സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടുന്ന തിരക്കിലാണല്ലോ. അപ്പോൾ യുദ്ധം കഴിഞ്ഞു എന്നുള്ള നിലക്കാണ്, ഇനി ആക്രമണം ഉണ്ടാവില്ല എന്നുള്ള നിലക്കാണ് സഹാബാക്കൾ നല്ലൊരു വിഭാഗം നിൽക്കുന്നത്. അങ്ങനെ ഫഹീന ഇതിൻ ഇഖ്തലത്തൽ ജംആനി, അങ്ങനെ ആ സമയത്ത് രണ്ട് കൂട്ടരും ഒക്കെ മിക്സിംഗ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും. അൽ മുസ്ലിമൂൻ വൽ കുഫാർ, മുസ്ലിങ്ങളും കാഫിറുകളും. ഉദാഹരണത്തിൽ മാരിക്കത്തു മിൻ ജദീദ്, അപ്പോൾ പുതുതായിട്ട് യുദ്ധം തുടങ്ങി, അവസാനിച്ചു എന്ന് വിചാരിച്ച യുദ്ധം വീണ്ടും തുടങ്ങി. അപ്പോൾ ഉസീബൽ മുസ്ലിമൂന ഉഖൂബത്തൻ ലഹും ബിസബബി മുഖാലഫത്തി അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ധിക്കരിച്ചത് കാരണം, അതിനെതിരെ പ്രവർത്തിച്ചത് കാരണം മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്തു, അവിടെ ശിക്ഷ ബാധിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ പരിണതഫലം അവർ അനുഭവിക്കേണ്ടി വന്നു. വഫി ഹാദാ നസല ഖൗലുഹു തആല, ഈ വിഷയത്തിലാണ് അള്ളാഹുവിൻ്റെ വചനം അവതരിച്ചത്. എന്ത്, വലഖദ് സ്വദഖകുമുല്ലാഹു വഅദഹു ഇദ് തഹസ്സൂനഹും, വലഖദ് സ്വദഖകുമുല്ലാഹു, അള്ളാഹു നിങ്ങൾക്ക് വാക്ക് പാലിച്ചു സത്യപ്പെടുത്തി, വഅദഹു അവൻ്റെ വാഗ്ദാനം, ഇദ് തഹസ്സൂനഹും യാനി തഖ്തുലൂനഹും, അതായത് നിങ്ങൾ അവരെ കൊന്നുകൊണ്ടിരുന്നപ്പോൾ, അതായത് ഈ ഉഹദ് യുദ്ധത്തിലും തുടക്കത്തിൽ സഹാബാക്കൾക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് തന്നെയായിരുന്നു വിജയം. അപ്പോൾ ശത്രുക്കളെ ധാരാളമായിട്ട് അവർ വധിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാനം അള്ളാഹു സത്യപ്പെടുത്തി. വഹാദാ ഫി അവ്വലിൽ മാരിക്ക, ഇത് യുദ്ധത്തിൻ്റെ തുടക്കത്തിലായിരുന്നു. പക്ഷേ ഇതുവരെ ഹത്താ ഇദാ ഫശിൽതും وتنازعتم في الأمر وعصيتم من بعد ما أراكم ما تحبون منكم من يريد الدنيا ومنكم من يريد الآخرة ثم صرفكم عنهم ليبتليكم. എന്താണ് ഹത്താ ഇദാ ഫശിൽതും, നിങ്ങൾ ചിന്ന ഭിന്നമായത് ഭിന്നിച്ചതുവരെ. തനാസായത്തും ഫിൽ അംരി, കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായ ഭിന്നതയിലായി, തർക്കത്തിലായി. വഅസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, അനുസരണക്കേട് പ്രവർത്തിച്ചു. മിൻകും മൻ യുരീദ് ദുനിയാവ് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. വമിൻകും മൻ യുരീദുൽ ആഖിറത,
ആഖിറത്തിനെ ഉദ്ദേശിക്കുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. തുമ്മ സ്വറഫക്കും അൻഹും ലിയബ്തലിയക്കും, പിന്നെ നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അവരെ നിങ്ങളെ തൊട്ട് അള്ളാഹു തിരിച്ചു കളഞ്ഞു. തുമ്മ സ്വറഫക്കും, പിന്നെ നിങ്ങൾ തിരിച്ചു, അൻഹും അവരെ തൊട്ട് ലിയബ്തലിയക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി, ഉഖൂബത്തല്ലക്കും നിങ്ങൾക്ക് ശിക്ഷയായിട്ട്. വന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുജ്ജ ഫീ റഅസിഹി വഹശമൽ മഗ്ഫർ അലാ റഅസിഹി വാസത്ത് ഹൽഖത്താനി ഫീ വജ്നതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ മുറിവേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലോഹ തൊപ്പി, തലയിൽ വെച്ചിരുന്ന ലോഹ തൊപ്പി അത് എന്ത് ചെയ്തു, തകർന്നു. അതിന് കേടുപാട് സംഭവിച്ചു. അതേപോലെ 2 വളയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിൽ തറച്ചു. അതേപോലെ കുസ്റത്ത് റുബാഇയ്യത്തുഹു അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുബാഇയ്യത്ത്, അതായത് ഉളിപ്പല്ല് പൊട്ടി, പല്ല് പൊട്ടി. വഖാഫി ഹുഫ്ര വഅശാൽ മുശ്രികൂന അന്ന മുഹമ്മദൻ ഖദ് ഖുത്തില, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന് മുശ്രിക്കുകൾ പ്രചരിപ്പിച്ചു. ഫലമ്മാ അശാൽ മുശ്രികൂന ഹാദിഹി ശാഇഅത വസാഹ ശൈത്വാനു ബിദാലിക്, ഇത് മുശ്രിക്കുകൾ പ്രചരിപ്പിച്ചപ്പോൾ ഷെയ്ത്താൻ അത് വിളിച്ചു കൂവി. ഹസല അലൽ മുസ്ലിമീന മുസീബത്തൻ അക്ബർ മിൻ മുസീബത്തിൽ ഖത്ൽ, അപ്പോൾ ഖത്ൽ വധത്തെക്കാളേറെ ഭയാനകമായിട്ടുള്ള അല്ലെങ്കിൽ ഫിത്നയായിട്ടുള്ള പ്രശ്നമായിട്ടുള്ള കാര്യം മുസ്ലിങ്ങൾക്ക് സംഭവിച്ചു. കുല്ലു ഹാദാ ബിസബബിൽ മാസിയ, ഇതെല്ലാം അനുസരണക്കേട് ഫലമായിട്ടുണ്ടായ സംഗതി ആണ് എന്നതാണ്. ഉൻദുറൂ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ നോക്കൂ. മാസിയത്തും വാഹിദ വലൈസത്ത് മിനൽ ജമിയ, ഒരു തെറ്റ് അത് എല്ലാവരൊന്നും സംഭവിച്ചിട്ടുമില്ല. ഇന്നമാഹിയ മിൻ ബഅദി സഹാബത്തി, ചില സഹാബാക്കളിൽ നിന്ന് സംഭവിച്ചൊരു തെറ്റ്. ഹസന ബി സബബിഹാ ഹാദിഹിൽ ഉഖൂബ അലാ ഖൈറിൽ ഖൽഖ്, ആ കാരണം കൊണ്ട് സൃഷ്ടികളിൽ ഉത്തമരുടെ പേരിൽ ഈ ഒരു ശിക്ഷ വന്നു, അല്ലെങ്കിൽ ഒരു പ്രയാസം. ഫക്കൈഫ ബിനാ നഹ്നു, അപ്പം പിന്നെ നമ്മളെങ്ങനെയായിരിക്കും, നമ്മളെ അവസ്ഥ എന്താണ്? വനഹ്നു നർതകിബു മിനൽ മആസി വൽ മുഖാലഫാത്ത് ഷൈഇ അൽ കസീർ, നമ്മൾ എത്രയോ അള്ളാഹുവിനെ ധിക്കരിക്കുന്നു, എത്രയോ നമ്മൾ അവന് എതിര് പ്രവർത്തിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഹാദാ ഫീഹി ഖുതൂറത്തുൽ മആസി, ഇതിൽ പാപപ്രവർത്തികളുടെ അതിൻ്റെ അപകടം ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. മുഖാലഫത്തു അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ധിക്കരിക്കുന്ന, അതിനെതിർ പ്രവർത്തിക്കുന്നതിൻ്റെ ഗൗരവം, അതുകൊണ്ടുള്ള അപകടം ഇതിൽ വ്യക്തമാണ്. സുമ്മ ഖാല തആല, പിന്നെ അല്ലാഹു തആല പറഞ്ഞു, വലഖദ് അഫാ അൻകും, നിശ്ചയം അല്ലാഹു നിങ്ങൾക്ക് മാപ്പേകിയിരിക്കുന്നു. ഹാ തത്മഇന്നു ലഹും, ഇത് അവർക്കുള്ള അവർക്കുള്ള ഒരു സമാധാനിപ്പിക്കലാണ്. ബഅദമാ വബ്ബഹഹും സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആക്ഷേപിച്ച ശേഷം അവർക്ക് പിന്നീടുള്ളൊരു തുമഅനീനത്ത്, ഒരു സമാധാനത്തിൻ്റെ വർത്താനാണിത്. എന്ത്? അള്ളാഹു നിങ്ങൾക്ക് മാപ്പാക്കിയിരിക്കുന്നു എന്ന്. ലിഅന്നഹും അഹ്ബാബുഹു വ ഔലിയാഉഹു, കാരണം അവർ അവൻ്റെ പ്രിയങ്കരരും അവൻ്റെ മിത്രങ്ങളുമാണ്, അല്ലെങ്കിൽ ഔലിയാ ആണ് എന്ന്. വഖദ് ശുജ്ജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറിവേറ്റു എന്നത്. വഹാദാ ദലീലുൻ അലാ അന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യംലികു ലിനഫ്സിഹി ദർറൻ വലാ നഫ്അ. ഇതിൽ നിന്ന് എന്താണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ളത്? ഇവിടെ തൗഹീദിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ, ആ നബിക്ക് വല്ല ഉപദ്രവം തടയാനോ ഉപകാരം നേടാനോ സ്വയം ഉടമപ്പെടുത്തുന്നില്ല എന്ന്. ഫലാ തജൂസു ഇബാദത്തുഹു, അപ്പോൾ നബിയെ ഇബാദത്ത് ചെയ്യുക, നബിയോട് പ്രാർത്ഥിക്കുക, നബിയോട് ഇസ്തിആസ നടത്തുക, വഫാത്തായ ശേഷവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിആസ നടത്തുക, ഇതൊക്കെ അനുവദനീയമല്ല. വഹാദാ മിൻ അദില്ലത്തി ബുത്ലാനി ഷിർക്ക്, ഇത് ഷിർക്ക് ബാത്തിലാണ് എന്നതിൻ്റെ തെളിവുകളിൽപ്പെട്ടതാ. അന്നൽ മഖ്ലൂഖ വ ഇം ബലഗ മിനൽ മൻസിലത്തിൽ ആലിയത്തി, ഒരു സൃഷ്ടി അത് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തിയാൽ പോലും ഫഇന്നഹു മഖ്ലൂഖുൻ, നിശ്ചയം അത് മഖ്ലൂഖ് തന്നെയാണ്, പടപ്പനെയാണ്. ലാ യസ്തഹിഖു ഷൈഅൻ മിനൽ ഇബാദത്തി, അത് ആ സൃഷ്ടി ഇബാദത്തിൽ നിന്നൊന്നിനും അർഹനല്ല. ഫഅഷ്റഫുൽ ഖൽഖി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ. ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഖഅ അലൈഹി ദറർ, ആ നബിക്ക് പ്രയാസം അനുഭവപ്പെട്ടു. ജുർഹൻ ജുരിഹ അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുറിപറ്റി.
ഫദല്ല അലാ അന്നഹു ലാ തജൂസു ഇബാദത്തുഹു മിൻ ദൂനില്ലാഹ്. ലാ തജൂസു ഇബാദത്തുഹു മിൻ ദൂനില്ലാഹ്. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലാക്കുക, അനുവദനീയമല്ല. വഇൻ കാന കദാലിക, അങ്ങനെയാണ് നബിയുടെ അവസ്ഥയെങ്കിൽ ഫഗൈറുഹു മിൻ ബാബി ഔല, അപ്പം മറ്റുള്ളവർക്ക് എന്തായാലും കൂടുതൽ ബാധകമാണല്ലോ. ഫലാ തജൂസു ഇബാദത്തുൽ ഔലിയാഇ വസ്സാലിഹീന, അപ്പോൾ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും ഒന്നും ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല. വമൻ ദൂന ദാലിക്, അവരല്ലാത്തവർ. ലിഅന്ന കുല്ലൽ ഖൽഖി ലാ തജൂസു ഇബാദത്തുഹും, സൃഷ്ടികൾ ഒന്നിനെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല, അനുവദനീയമല്ല. വലൽ മലായിക വലൽ നബിയൂൻ വലൽ ഔലിയ വലൽ സ്വാലിഹൂൻ, മലക്കളോ നബിമാരോ ഔലിയാക്കളോ സ്വാലിഹീങ്ങളോ ഒന്നും ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല. അൽ ഇബാദത്ത് എന്നത് ഹഖ്ഖുല്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഹക്കാണ്. ലാ യജൂസു സർഫുഹാ ലിഗൈരി, അത് മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കാൻ തിരിക്കാൻ അനുവദനീയമല്ല. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറ ഇല്ലാ മാ ഷാ അല്ലാഹ് വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ വമാ മസ്സനി യസ്സൂ ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ഖുൽ, നബിയെ പറ, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറ, എനിക്ക് തന്നെ എൻ്റെ സ്വന്തം നഫ്സിന് തന്നെ നഫ് ഉപകാരമോ ദർറ് ബുദ്ധിമുട്ടോ പ്രയാസമോ ഉടമപ്പെടുത്താൻ എനിക്കാവുകയില്ല, എനിക്ക് കഴിയില്ല എന്ന് നബി പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിക്കുക. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചൊരിക്കൽ. വലൗ കുന്തു അഅലമുൽ ഗൈബ, എനിക്ക് ഗൈബ് ഭാവി കാര്യങ്ങൾ സംബന്ധിച്ച് അറിയുമായിരുന്നെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, ഞാൻ നന്മ കൂടുതൽ പ്രവർത്തിച്ചേനെ. വമാ മസ്സനി സൂ, എന്നെ തിന്മ ബാധിക്കുകയില്ലായിരുന്നു. ഇൻ അന ഇല്ലാ നദീറുൻ, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ അല്ലാതെയല്ല, മുന്നറിയിപ്പ് നൽകുന്നവനാണ് മാത്രമാണ്. ഓ ബഷീറുൻ, സന്തോഷ വാർത്ത നൽകുന്നവൻ. ലിഖൗമിൻ യുഅ്മിനൂൻ, സത്യവിശ്വാസികളായ ആളുകൾക്ക്. ഫഇദാ കാന റസൂൽ ലാ തജൂസു ഇബാദത്തുഹു മിൻ ദൂനില്ലാഹി അസ്സ വജൽ, അപ്പോൾ അള്ളാഹുവിനെ കൂടാതെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബാദത്ത് അനുവദനീയമല്ല എന്ന് വരുമ്പോൾ ഫകൈഫ ബിഗൈരിഹി മിനൽ ഖൽഖ്, അപ്പോൾ പിന്നെ സൃഷ്ടികൾ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. വറസൂലു ലം യസ്തതി അദ്ദഫ് അൻ നഫ്സിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിക്കെതിരെ വന്ന അക്രമം അത് സ്വന്തം നിലക്ക് തടുക്കാൻ കഴിഞ്ഞില്ല. ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ നഫഅ, ഖുൽ, നബിയെ പറയാ, ഞാൻ നിങ്ങൾക്ക് ഉപദ്രവമോ ഉപകാരമോ ഉടമപ്പെടുത്തുന്നില്ല. ഖുൽ, നബിയെ പറയാ, ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ. ഖുൽ, നബിയെ പറയാ, ഇന്നി, നിശ്ചയം ഞാൻ, ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ, എന്നെ അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആരുമില്ല. വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ, അവനെ കൂടാതെ ഞാൻ അഭയസ്ഥാനവും കണ്ടെത്തിയിട്ടില്ല എന്ന്. വലമ്മാ ശുജ്ജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഉഹുദിൻ, ഉഹദ് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുറിവ് പറ്റിയപ്പോൾ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈഫ യുഫ്ലിഹു ഖൗമുൻ ശജ്ജു നബിയ്യഹും, സ്വന്തം നബി, അവരുടെ നബിയെ മുറിപ്പെടുത്തിയ ഒരു സമൂഹം എങ്ങനെ വിജയിക്കാനാണ്. ഇസ്തബഅദ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാഹഹും, അപ്പോൾ അവർക്ക് വിജയമുണ്ടാവില്ല, അതിനെ നബി വിദൂരത്താക്കിയിട്ടാണ് പറഞ്ഞത്. വസ്തബഅദ ഇസ്തിജാബത്തുഹും ലിദ്ദഅവ, അവരുടെ ദുആക്കുള്ള ഇജാബത്തു നബി ബഈദായിട്ട് പറഞ്ഞു. ലിഅന്നഹും ബലഉ മിനൽ ഇനാദ്, കാരണം അവർ ധിക്കാരത്തിലെത്തിയിരുന്നു. വബലഉ മിനൽ മശാഖത്തി ഇലാ ഹാദൽ ഹദ്, ഈ ഒരു പരിധിയിൽ അവരെത്തിയിരുന്നു. ഫഖഹാഉലായി ബഈദുൻ അൻ യസ്തജീബു, അപ്പോൾ ഈ കൂട്ടർക്ക് ഉത്തരം നൽകാൻ വിദൂരത്താണ് ഉത്തരം നൽകുക എന്നുള്ളത്. ഇദാ ലം യസ്തജീബു ഫലൻ യുഫ്ലിഹു, അപ്പോൾ അവർക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ, ഫലൻ യുഫ്ലിഹു, അവർ വിജയിക്കുകയില്ല ഒരിക്കലും. വലാകിന്ന അല്ലാഹ ജല്ല വഅല, പക്ഷേ അള്ളാഹു ജല്ല വഅല യഅലമുൽ മുസ്തഖ്ബില വമാ യകൂനു, മുസ്തഖ്ബിൽ ഭാവി കാലത്തെ അറിയും. വലാകിന്ന അല്ലാഹ ജല്ല വഅല യഅലമുൽ മുസ്തഖ്ബില വമാ യകൂൻ, അള്ളാഹു ആണെങ്കിലോ അള്ളാഹുവിന് ഭാവി കാര്യം അതേപോലെ ഉണ്ടാകാൻ പോകുന്ന എല്ലാ കാര്യവും അറിയാം. ഫആതബഹു, അപ്പോൾ അള്ളാഹു നബിയെ ശകാരിച്ചു ഈ വിഷയത്തിൽ. വഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിമർശനാത്മകമായിട്ട് പറഞ്ഞു, ലൈസ ലക മിനൽ അംരി ശൈഉൻ, താങ്കൾക്ക് കാര്യത്തിൻ്റെ നിയന്ത്രണത്തിൽ ഒരു അധികാരവുമില്ല, ഒരു ഉടമപ്പെടുത്തലുമില്ല, താങ്കൾക്ക് കഴിയില്ല. ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബഹും, അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചേക്കാം, അല്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിച്ചേക്കാം. ഫഇന്നഹും ളാലിമൂൻ, നിശ്ചയം അവർ അക്രമികളാണ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പിന്നെ അവരുടെ
അവർ വിജയിക്കുകയില്ല എന്ന രൂപത്തിൽ സംസാരിച്ചത് ശരിയല്ല എന്ന നിലക്ക് വിമർശിക്കണം അള്ളാഹു. കാരണം അത് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന കാര്യമാണ്. ഭാവിയിൽ എന്ത് സംഭവിക്കും? അവർ വിശ്വാസം സ്വീകരിക്കുമോ, തൗബ ചെയ്ത് അവർ മടങ്ങി അവർ ഇസ്ലാമിലേക്ക് വരുമോ എന്നുള്ള കാര്യമൊന്നും നബിക്കറിയില്ലല്ലോ. വഹാദ ഐദൻ ദലീലുൻ ആഖറ അല അദമി ഇസ്തിഹ്ഖാഖിഹി ലിശൈഇൻ മിനൽ ഇബാദ. ഇബാദത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം നബിക്ക് അർപ്പിക്കാൻ പാടില്ല എന്നതിന്, അതിന് അർഹതയില്ല നബിക്ക് എന്നതിന് മറ്റൊരു തെളിവാണിത്. അൽ അംറു ഫി ഹാദൽ കൗനി വത്തദ്ബീറു ലില്ലാഹി സുബ്ഹാനഹു വതആല. ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളുടെ നിയന്ത്രണവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലക്കാണ്. ഇവിടെ ഇപ്പോൾ മരിച്ചുപോയൊരു മുസ്ലിയാർ CM മടവൂർ മുദബ്ബിറുലാലാണ്, ലോകം നിയന്ത്രിക്കുന്നവരാന്നൊക്കെ പറയുന്നത് ഒരു ടീമുണ്ടല്ലോ, അത് മനസ്സിലാക്കുക. അങ്ങനെ ഒന്നും പറയാൻ പോലും പാടില്ല. ഇന്നമർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുബല്ലിഗുൻ അനില്ലാഹ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് സന്ദേശം എത്തിക്കുന്ന ആളാണ്. വൽ അംറു ലില്ലാഹി സുബ്ഹാനഹു വതആല. കാര്യത്തിൻ്റെ നിയന്ത്രണം, കാര്യമെന്നത് അള്ളാഹുവിങ്കലാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അലാ അറിയണം, ലഹുൽ ഖൽഖ് അവനാണ് സൃഷ്ടിപ്പ്, വൽ അംർ കൈകാര്യം, അധികാരം, കാര്യം. തബാറകല്ലാഹു അള്ളാഹു അനുഗ്രഹീതനായിരിക്കുന്നു, റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവ്. വൽ അംറു ലില്ലാഹ് കാര്യം അത് അള്ളാഹുവിങ്കലാണ്. ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. എല്ലാ അമ്രും അള്ളാഹുവിനുള്ളതാണ്. വ ഇന്നമർ റസൂലു അലൈഹി സ്വലാത്തു വസ്സലാം മബ്ഊസൂന അനില്ലാഹി ഫഖത്ത് വദുആത്തുൻ ഇലല്ലാഹ്. അള്ളാഹുവിൽ നിന്ന് അയക്കപ്പെടുന്നവരാണ്, അവർ പ്രബോധകരാണ് അള്ളാഹുവിലേക്കുള്ള എന്ന് മാത്രം. ലൈസ ലക മിനൽ അംരി ശൈഉൻ. താങ്കൾക്ക് കാര്യത്തിലൊന്നും ഉടമപ്പെടുത്തേണ്ട താങ്കൾ. ല അംറുൻ നസ്ർ വല അംറുൽ ഹസീമ വല അംറു തൗബ വല അംറുൽ ഫലാഹ് വല അംറു ദുഖൂലി ഫിൽ ഇസ്ലാം വൽ ഹിദായ. അതായത് സഹായമാകട്ടെ, ഹസീമത്ത് ദൃഢനിശ്ചയത്തിൻ്റെ കാര്യമാകട്ടെ, തൗബയുടെ കാര്യമാകട്ടെ, വിജയത്തിൻ്റെ കാര്യമാകട്ടെ, ഇസ്ലാമിൽ പ്രവേശിക്കുന്ന കാര്യമാകട്ടെ, ഹിദായത്തിൻ്റെ കാര്യമാകട്ടെ, ഇതൊന്നും അതിനൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഉടമസ്ഥാവകാശമില്ല എന്നതാണ്. അത് എല്ലാം അള്ളാഹുവിൻ്റെ മക്കളിൽ നിന്ന് കിട്ടേണ്ട കാര്യമാണ്. അള്ളാഹുവാണ് അതിൻ്റെ നിയന്ത്രണം. വ ഇന്നമാ കുല്ലു ഹാദിഹി ബിയദില്ലാഹി സുബ്ഹാനഹു വതആല. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കൈക്കാണ്. അൻത ലൈസ അലൈക ഇല്ലൽ ബലാഗ്. താങ്കൾക്ക് ബലാഗ്, അള്ളാഹുവിന് സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇല്ല എന്നതാണ് ഉത്തരവാദിത്വം. ഇൻ അലൈക ഇല്ലൽ ബലാഗ്. താങ്കൾ ബലാഗ് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക എന്നതല്ലാതെ ഇല്ല. ഫഇന്നമാ അലൈക്കൽ ബലാഗ് വഅലൈനൽ ഹിസാബ്. നിശ്ചയം താങ്കൾക്കുള്ളത് പ്രബോധനമാണ്, എത്തിച്ചു കൊടുക്കുക അള്ളാഹുവിൻ്റെ സന്ദേശം. വഅലൈനൽ ഹിസാബ്. നമ്മുടെ ബാധ്യതയാണ് ഹിസാബ് എന്നത്, വിചാരണ ചെയ്യുന്നത് നമ്മളാണ്. അള്ളാഹു പറയുന്നത് ഹാദിഹി വദീഫത്തു റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്യൂട്ടി. അന്നഹു മുബല്ലിഗുൻ അനില്ലാഹി ഫഖത്ത്. അള്ളാഹുവിൻ്റെ സന്ദേശം അള്ളാഹുവിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്ന ആളാണ് നബി. അമ്മാ അന്നഹു യംലികു നഫ്അ വദ്ദറ വന്നസ്ര വൽറിസ്ഖ വൽ ഹയാത വൽ മൗത്ത്. നബി ഉപകാരമോ ഉപദ്രവമോ സഹായമോ വിഭവങ്ങളോ ജീവിതമോ മരണമോ ഉടമപ്പെടുത്തുക എന്നത് വഹാദ ലാ യംലികുഹു അഹദുൻ ഇല്ലല്ലാഹു സുബ്ഹാനഹു വതആല. അതില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാതെ ഇതൊന്നും ഉടമപ്പെടുത്തുന്നില്ല എന്ന്.